ഡേവിഡ് മില്ലർ അടിച്ച സമയത്ത് കളി കയ്യിൽ വന്ന് DC കയ്യിൽ യെസ് ഈ കളി ജയിച്ചു എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊരു എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അവിടെ ഒരു 4 ഓൾമോസ്റ്റ് ഗ്രൗണ്ട് ലെവലിൽ ഒരു ഷോട്ട് പോയായിരുന്നു, ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു 6 പോയായിരുന്നു. ആ 6 കറക്റ്റ് ബൗണ്ടറി ലൈനിലാണ് ടച്ച് ചെയ്യുന്നത് കാണിച്ചത്. അത് ഒറ്റ ഷോട്ടേ കാണിച്ചുള്ളൂ കേട്ടോ. പിന്നീട് ഒരു റീപ്ലേ ഞാൻ കണ്ടില്ല, ആൻഡ് അതിന്റെ റീപ്ലേ കാണിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അമ്പയർ ഒക്കെ ഈ ബൗണ്ടറി ചെക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്നല്ലാതെ അവർ ഒരു സ്ഥലത്ത് പോലും അതിന്റെ ഒരു റീപ്ലേ കാണിക്കുന്ന പോലെ തോന്നിയിട്ടില്ല, റീപ്ലേ കണ്ടില്ല. അപ്പോൾ പക്ഷേ ബാക്കിയുള്ള ഒരു 6s ഒക്കെ പോകുന്ന സമയത്ത് കുറെ തവണ കാണിക്കും, ഈവൻ ക്യാച്ച് എടുക്കുമ്പോൾ കുറെ തവണ കാണിക്കും. ഇതിന് മുന്നേ കുറെ ബൗണ്ടറി ചെക്കപ്പ് ഒക്കെ ഒരുപാട് തവണ കാണിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇതങ്ങനെ ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അത് 4 ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സിഗ്നൽ കൊടുത്ത പോലെ എനിക്കൊരു ഭയങ്കര ഫീൽ ചെയ്തു കേട്ടോ. ആ ഒരു 4 ചിലപ്പോൾ 6 ആയിരുന്നെങ്കിൽ കളി ഇന്നലെ ഓൾറെഡി ജയിച്ചിട്ടുണ്ടാവും, 2 റണ്ണല്ലേ ജയിക്കാനുണ്ടായിരുന്നേ. പക്ഷേ അതെന്താ സംഭവിച്ചെന്നുള്ളത് അറിയില്ല കേട്ടോ. ഇത് ലാസ്റ്റ് ഓവറിലോട്ട് വരില്ലായിരുന്നു ഈ മാച്ച് ശരിക്കും. അവിടെ ഒരു 6 കിട്ടിയിരുന്നെങ്കിൽ, കാരണം അടുപ്പിച്ചടുപ്പിച്ച് 6 അടിച്ചിട്ട് അതും ഒരു 6 ആയിരുന്നെങ്കിൽ ഡേവിഡ് മില്ലറിന് കംപ്ലീറ്റ് ഒരു കോൺഫിഡൻസ് കയറുമല്ലോ. ആൻഡ് ആ കോൺഫിഡൻസിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് സിറാജിൽ കാണാൻ പറ്റും. കാരണം ഇത്ര അടിക്കുന്ന 6 അടിക്കുന്നത് സിറാജിനും കോൺഫിഡൻസ് എന്തായാലും ഡൗൺ ആവില്ലേ. അപ്പൊ ആ സമയത്ത് നല്ലോണം അടിക്കാൻ പറ്റുമായിരുന്നു. ആൻഡ് അതിനുശേഷം സിംഗിൾ പോയി വിപ്രാജ് നിഗവും ഞെട്ടിച്ചളഞ്ഞു. കാരണം ഇന്നലെ ആ ഒരു 4 അടിക്കുന്നു വിചാരിച്ചില്ല, ആള് ഒരു 4 അടിച്ച്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഔട്ടായി. ലാസ്റ്റ് ഓവർ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു, കംപ്ലീറ്റ് ത്രില്ലർ. അതായത് ഭയങ്കര പ്രഷർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളൊരു മൊമെന്റിൽ അങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ഓവറിൽ ആ ഒരു 2 ബോളിൽ 2 റൺസ് എന്നുള്ളൊരു സ്റ്റേജിൽ ഉള്ളപ്പോൾ ഡേവിഡ് മില്ലർ അടിച്ചൊരു സിംഗിൾ ഏകദേശം എടുക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് സിംഗിൾ എടുത്തില്ല. ചിലപ്പം ഡേവിഡ് മില്ലറിന്റെ ഒരു തിങ്കിങ് ആയിരിക്കാം, കാരണം അപ്പുറത്ത് കുൽദീപ് യാദവാണുള്ളത്. ആള് ചിലപ്പോൾ അടുത്ത ബോൾ അടിക്കണം എന്നില്ല, ചിലപ്പോൾ ഔട്ടാവാം. ഔട്ടായി കഴിഞ്ഞാൽ അത് സൂപ്പർ ഓവറിലോട്ട് എന്തായാലും പോകും, കാരണം സിംഗിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ടൈ ആയി മാച്ച്. അങ്ങനെയുള്ള ഒരു തിങ്കിങ് ആയിരിക്കും ചിലപ്പോൾ ആൾ വിചാരിച്ചാൽ. ആള് സ്വന്തമായിട്ട് ഒരു കോൺഫിഡന്റ് ഉണ്ടാവാം, ചിലപ്പം ഞാൻ അടിച്ച് ജയിപ്പിച്ചോളാം എന്നുള്ള രീതിയിൽ, കാരണം കഴിഞ്ഞ ബോളിൽ നല്ലോണം അടിച്ചാണ്. പക്ഷേ ആ ഒരു സിംഗിൾ എടുക്കാത്തതിന്റെ വില നെക്സ്റ്റ് ബോളിൽ ഭയങ്കരമായിട്ട് കൊടുക്കേണ്ടത്. ലാസ്റ്റ് ബോളൊന്നും അടിക്കാനും പറ്റിയില്ല, ഓടിയ റണ്ണ് കിട്ടിയില്ല, സൂപ്പർ ഓവറിലോട്ട് മാച്ച് പോയില്ല, കളിയാണെങ്കിലും ഒരു റണ്ണിന് തോക്കുകയും ചെയ്തു. അത് ഭയങ്കരമായിട്ടുള്ളൊരു, ഒരേ സമയം നമ്മൾ അത്രയും നേരം നായകനാണ്, അത്രയും സൂപ്പർ ഹീറോ പരിവേഷം കിട്ടിയിട്ടുള്ള ഡേവിഡ് മില്ലറിന് ചെറിയൊരു ലാസ്റ്റ് ഒരു നെഗറ്റീവ് ഡിസ്കഷൻ ഒക്കെ അവിടെ കമന്റേറ്റേഴ്സിന് എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കണ്ട 1-2 പോസ്റ്റുകൾ നമ്മുടെ ഇർഫാൻ പട്ടാന്റെ ഒക്കെ പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഓടിയില്ല എന്നുള്ളൊരു സംഭവം. വട്ടവർ ആ ഒരു മാച്ചിന്റെ പ്രഷർ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, ആ മൊമെന്റിൽ അങ്ങനെ ആയിരിക്കാം നടന്നിട്ടുണ്ടാവുക. എന്തായാലും അതങ്ങനെ കളി അവസാനിച്ചു. പക്ഷേ ഹീറോ തന്നെയാണ്, ആള് ഫെയിൽ ആയെങ്കിലും ലാസ്റ്റ് വരെ ആ ഒരു ശരിക്ക് ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് നമുക്ക് തന്നു. ആസ് എൻ ഓഡിയൻസ് നമുക്കൊരു എന്റർടൈൻമെന്റ് തന്നത് അവിടെ ഡേവിഡ് മില്ലർ ആണ്. കാരണം ഡേവിഡ് മില്ലർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ കളി ഓൾറെഡി GT മുന്നേ തന്നെ ജയിച്ചേനെ. പക്ഷെ ആ ജയിക്കുന്ന ഒരു കളിനെ കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് മോഡിലോട്ട് കൊണ്ടുവന്നത് ശരിക്കും ഡേവിഡ് മില്ലർ ആണ്.